ഹലോ, എല്ലാവർക്കും മനക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കുമ്പോൾ എങ്ങനെയാണ് കട്ടയൊന്നും കൂടാണ്ട് മാവ് റെഡിയാക്കുക, അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പം ഞാനിത് റെഡിയാക്കിയ മാവാണത്. കണ്ടില്ലേ, ഒരു തരി കട്ടയില്ലാണ്ട് നമുക്ക് തരികളൊന്നും കൂടാണ്ട് നമുക്ക് എങ്ങനെയാണ് ഗോതമ്പ് ദോശ മാവ് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അത് തുറന്നിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് അത്രയും ഗോതമ്പ് പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണും കൂടെ ഞാൻ ഗോതമ്പ് പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ദോശമാവിൻ്റെ പരുവം അറിയാലോ, പോരായി ഉണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, വല്ല കട്ടയുണ്ടോയെന്ന് നോക്കൂ. നല്ല ഈസി ആയിട്ട് കിട്ടിയില്ലേ? മിക്കവർക്കുള്ള കംപ്ലൈൻ്റ് ആണത്, അതായത് ദോശമാവിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് റെഡിയാക്കുമ്പോൾ കട്ട പിടിക്കുന്നു എന്നുള്ളത്. ഇതുപോലെ ചെയ്താൽ മതി, വളരെ ഈസി അല്ലേ? 2 മിനിറ്റിനുള്ളിൽ നല്ലൊരു മാവ് റെഡിയാക്കാം നമുക്ക്. നോക്കൂ, നന്നായിട്ടില്ലേ? ദോശ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു ദോശ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓണിലാണ്. പാൻ ചൂടാകുമ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതേ ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിതൊന്ന്, അതായത് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം കേട്ടോ. ഇതൊന്ന് നമുക്ക് മറിച്ചിടാം. നമ്മുടെ അപ്പോൾ ഒരു 3-4 സെക്കൻഡും കൂടെ ഇങ്ങനെ മറിച്ച്, അപ്പോൾ 2 ഭാഗവും വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. നല്ല രുചിയോട് കൂടിയ ഗോതമ്പ് ദോശ നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.